മരണം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ഗതി എന്തായിരിക്കുന്നു? ആ സത്യം മനസ്സിലാക്കാതെ നമ്മളിനി എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. അതിനേക്കാളും വലുതായി ഇവിടെ യാതൊന്നും ഇല്ല. അത് ഉറച്ചുറച്ച് നമ്മുടെ തലയിൽ വരണം. ജീവൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറയാണ്. ജീവൻ ഭൂമിയിലേക്ക് വരുന്നത്. ഇതര മതങ്ങളിൽ നിന്നും ഏറെ ഈ കാര്യത്തിൽ വ്യക്തതയുള്ളവരാണ് ആര്? ഭാരതീയർ. മരണം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഇനി ശരിക്കും മനസ്സിലാക്കണം. 31-ാം അധ്യായത്തിൽ അത് കാണിച്ചു തരികയാണ്. ഇത് പഠിക്കാൻ നിങ്ങൾ ഗീതയിലെ 8-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം എടുക്കുക. ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ഗതി എന്തായിരിക്കുന്നു? നമ്മുടെ അടുത്ത ഗതി പലരും വിചാരിക്കുന്നതാണ്, അടുത്ത ഗതി ഇപ്പം എന്താവുന്നു? ചിലർ പറയുന്നു ഗുരുവായൂർ തന്നെ തിരിച്ചു വരും. ചിലർ പറയുന്നു ഇനി അടുത്ത ജന്മം നല്ല ജന്മം കിട്ടും. എങ്ങനെ അറിയപ്പോൾ നമുക്കത്? അവിടെ കൃഷ്ണൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഏത് ഭാവങ്ങളെയാണോ നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ആ ഭാവത്തിനനുസരിച്ചു കൊണ്ടുള്ള ജന്മങ്ങളിലേക്ക് നിങ്ങൾ പോകണം. വളരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ മനസ്സിനെ അത്ര മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് യാം സ്മരൻ ഭാവം, ഏത് ഭാവങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ താം അതിനനുസരിച്ച് ജന്മങ്ങൾ രൂപപ്പെടും. ജനനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും തുടരുന്നതാണ് ജനനം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ജീവിതം തന്നെ മതിയെങ്കിൽ ഇതേ രൂപത്തിലൊക്കെ തുടർന്നാൽ ഈ സംസ്കാരം വീണ്ടും മറ്റൊരു ശരീരത്തിലേക്ക് കയറത്തേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതാരാ തീരുമാനിക്കുന്നത്? ദൈവത്തിന് ഇതിൽ യാതൊരു പറയൂ പങ്കുമില്ല. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന എം ഭാവം, സ്മരൻ ഭാവം, ഏത് ഭാവങ്ങളെ സ്മരിച്ചുകൊണ്ട് ത്യജത്യന്തേ കളേബരം ത്യജതി തം അവൈതി കൗന്തേയ സദാ സദ്ഭാവഭാവിത എന്ന് പറഞ്ഞാൽ എന്നർത്ഥം, നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമായി ഒരു ശരീരത്തിൽ നിന്നും പറയൂ മനസ്സെന്ന വിത്തുമായി യാത്ര ചെയ്യുന്നു പ്രാണൻ മനസ്സിനെ വേർപ്പെടുത്തി ആ വിത്തിന് പറ്റിയ ഒരു ശരീരത്തിലേക്ക് അതിനെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതാണ് ജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ജനിതക സ്വഭാവം നമ്മൾ മാറ്റിയെടുത്താൽ കിട്ടുന്ന ജന്മങ്ങളും ഉറക്കെ പറയൂ. അപ്പം ഇനി മുന്നോട്ടുള്ള എവല്യൂഷൻ, പരിണാമം, പരിവർത്തനം നന്നാവണം എന്നുണ്ടെങ്കിൽ എവിടെ മാറ്റം വരുത്തണം? എവിടെ മാറ്റം ഉണ്ടാക്കണം? മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിനാണ് നമ്മൾ ചില അനുഷ്ഠാനങ്ങളെയൊക്കെ കൃത്യമായി പറയൂ കൊണ്ടു നടക്കുന്നത്. അപ്പം ജന്മത്തിന് ഈശ്വരനുമായി യാതൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മഹത്യ എന്നത് അപകടമാണ്. കാരണം തനിക്ക് നല്ലൊരു ജന്മം കിട്ടിയിട്ട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അടിച്ചമർത്തി അങ്ങനെ മരിച്ചുപോയാൽ ഈ ദുഃഖങ്ങളുടെ, വേദനകളുടെ തീവ്രമായ ആ ചിന്തകൾ മനസ്സിൽ വെച്ചാൽ അത് കടന്നു വരുന്നത് ഓട്ടിസവും അങ്ങനെയൊക്കെയുള്ളൊരു ജന്മങ്ങളിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കും. ഈ ജീവിതം നരകമാക്കിയതിന് അടുത്ത ജന്മവും അതിലേറെ നരകമാക്കാൻ മനസ്സിന് സാധിക്കും. മനസ്സിലാവണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? അതുകൊണ്ടാണ് ലോകത്തിൽ ആരെ വിശ്വസിച്ചാലും മനസ്സിനെ വിശ്വസിക്കരുത്. നഹി കശ്ചിത് സഖ്യം കുര്യാത് മനസ്സി അനവസ്ഥിതം എന്നാണ്.
നിങ്ങൾ ആരോട് വേണമെങ്കിലും സഖ്യം ഉണ്ടാക്കിക്കോളൂ, ശത്രുക്കളോട് വേണേ, പക്ഷേ ആരോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത്. നാം പറയുന്നത് അനുസരിക്കാൻ ആരെ പരിശീലിപ്പിക്കണം? 5 മണിക്ക് എണീക്കണം. ജപിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ജപിച്ചോണം. ഇതങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ശീലങ്ങളിൽ ക്രമേണ മാറ്റങ്ങൾ വരുമ്പോൾ ഭഗവാൻ ഉറപ്പ് തരികയാണ് നമുക്ക്. 6-ാം അധ്യായത്തിൽ 40-ാം ശ്ലോകത്തിൽ ഗീതയിൽ നഹി കല്യാണകൃത് ദുർഗതിം താതകച്ചതി. ഹേ അർജുന, ആരാണോ അവരവർക്ക് മംഗളകരമായ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് മനസ്സിനെ ഉണർത്തുന്നത്, ഉയർത്തുന്നത്, അവർക്കൊരിക്കലും ദുർഗതിം നഗച്ചതി, എന്തില്ല, ദുർഗതിയില്ല. പിന്നെ എവിടേക്കാണ് അവർ പോണ്? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായതേ അഥവാ യോഗിനാമേവ കുലേ ഭവതി എന്നൊക്കെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല സംസ്കാരമുള്ളിടത്തേക്കായിരിക്കും ആ ജീവൻ്റെ യാത്ര എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ സമയം കളഞ്ഞ് കുളിക്കരുത്. കാരണം ഈ മനസ്സ് നമ്മളെ എവിടേക്ക് കൊണ്ടുപോകും എന്നാർക്കും അറിയില്ല. ഈ ശ്ലോകം എപ്പോഴും ഓർത്തു വെച്ചോളാം. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തം അവൈതി കൗന്ദേയ സദാ സദ്ഭാവഭാവിത. ഏതേത് ഭാവങ്ങളെ ചിന്തിച്ചുകൊണ്ട് നാം ജീവിതം കൊണ്ടു നടക്കുന്നോ അതിനനുസരിച്ച് തന്നെയുള്ളൊരു ജന്മങ്ങളിലേക്ക് മനസ്സ് നമ്മളെ അവർക്ക് പറയൂ കൊണ്ടുപോകും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് എങ്ങനെയുള്ളൊരു ജന്മം വേണം? നല്ലൊരു ജന്മം വേണം, വേണ്ടേ? അതിന് നിരന്തരം എന്ത് തന്നെ വേണം? നാമം ജപിക്കണം. അപ്പം ഇവിടെ 1-2 കാര്യങ്ങളോട് ഓർപ്പിക്കുകയാണ്. 29-ാം അധ്യായത്തിലേക്ക് ഒന്നുകൂടി പോയാൽ അവിടെ 22-ഉം 23-ഉം ശ്ലോകങ്ങളിൽ കപിലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അഹം 29-ാമത്തെ അധ്യായത്തിൽ 21-22 അഹം സർവേഷു ഭൂതേഷു ഭൂത ആത്മാ, ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഭൂത ആത്മാവായി ഉണ്ട്. തം അവജ്ഞായ, അതായത് ഉള്ളിലുള്ള എന്നെ അറിയാൻ ശ്രമിക്കാതെ ഉള്ളിലുള്ള എന്നെ അവജ്ഞ ചെയ്തിട്ട് ആരാണോ അർച്ചാവിഡംബനം, വെറും തൊഴുതു പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ആൾക്കാർ, ഉള്ളിലാണ് ഈശ്വരൻ എന്നറിയാതെ എന്ത് ആരാധന നടത്തിയാലും അതെല്ലാം വിഡംബനമാണ്. വിഡംബനം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമാണ്. അതെല്ലാം വെറുതെ സമയം കളയുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ആരാധന കൊണ്ട് യാതൊരു ഉറക്കെ പറയൂ നിങ്ങൾ കാര്യമില്ല. അപ്പോൾ വെറുതെ തൊഴുതു പോവരുത് എന്ന് കപിലൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം എന്ത് വേണം? ഉള്ളിലാണ് ഭഗവാൻ എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ രൂപങ്ങളെല്ലാം ആരാധിക്കുക. അടുത്ത വരി നോക്കൂ നിങ്ങൾ. യോമാം സർവേഷു ഭൂതേഷു, ഞാൻ എല്ലാ ഭൂതങ്ങളിലും സന്തമാത്മാനം ഈശ്വരം, ഞാൻ ഈശ്വരനാണെന്ന് അറിയാതെ ഹിത്വാമാം ഭജതേ മൗട്യാൽ ഭസ്മന്യേവ ജിഹോതി, അവരുടെ ഭജനം ഏതുപോലെയാണ്? ഭസ്മത്തിലേക്ക് നെയ്യൊഴിച്ച് ഹോമിക്കുന്നതിന് തുല്യമാണ്. തീ കെട്ടുപോയാൽ ഹോമകുണ്ടത്തിലേക്ക് വെറുതെ നെയ്യൊഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതുപോലെയാണ് ഞാൻ അവരുടെ കൂടെയുണ്ട്, മറ്റുള്ളവരിലുണ്ടെന്ന ആ സത്യം മനസ്സിലാക്കാതെ നമ്മളിനി എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. ഉള്ളിൽ ആ അറിവിലേക്ക് വേണം മനസ്സിനെ ക്രമേണ ഉയർത്തിയെടുക്കാൻ. ഇപ്രകാരം കപിലൻ ഒരു ഗംഭീരമായിട്ട് ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് അമ്മയുടെ മനസ്സിനെ അത്രയും ഉയർത്തിയെടുക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്? മനസ്സിനെ ഉയർത്താനാണ്. അതിനുള്ള ദൈവീകമായ ശക്തി, ഈശ്വരീയ ശക്തി എവിടെയുണ്ട്? ഉള്ളിലൊരു പൂർണ്ണതയുണ്ട്, ഉള്ളിലൊരു നിറവുണ്ട്, ഉള്ളിലൊരു മംഗളമായ ശക്തിയുണ്ട്, ഉള്ളിൽ ബോധശക്തിയുണ്ട്. അതിനേക്കാളും വലുതായി ഇവിടെ യാതൊന്നും ഇല്ല. അത് ഉറച്ചുറച്ച് നമ്മുടെ തലയിൽ വരണം. അതിനാണ് ഭഗവാൻ കപിലൻ അമ്മയ്ക്ക് ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്.